ഹലോ, എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കി, എന്തെങ്കിലും ഒരു പ്രശ്നം കാണുന്നുണ്ടോ? എന്നെങ്ങനെയല്ലായിരുന്നു. എൻ്റെ ഒരു സാഡ് ഫേസ് ഓഫ് ലൈഫ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു 1 year ബാക്ക് വരെ എൻ്റെ കവിളും എൻ്റെ മുഖം നിറയെ കുരുവായിരുന്നു. കുരു എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കുരു എന്നല്ല, തൊടാൻ പറ്റാത്തത്രയും നിറച്ചും കുരുവായിരുന്നു. എന്നെ കാണുന്നവരും പോകുന്നവരും ഒക്കെ ചോദിക്കും, ഇതെന്താ മോളെ ഇങ്ങനെ മുഖത്ത് മൊത്തം കലയും പാടുമായല്ലോ, അയ്യോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ എന്തോ വലിയ പ്രശ്നമാണെന്നുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവും. ഈ കുരു ഉള്ളവർക്കറിയാം, നമുക്ക് 4 ആളെ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഗ്യാതറിങ്ങിന് പോകാനോ നമുക്ക് പറ്റത്തില്ല. നമുക്കൊരു നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് ഡ്രസ്സപ്പ് ചെയ്ത് നോക്കുമ്പോഴും എന്തോ വലിയ പ്രശ്നമുണ്ട്, മുഖത്ത് ഒരു ഭംഗിയില്ല എന്നുള്ള തോന്നലുണ്ടാവും. സെൽഫ് കോൺഫിഡൻസ് കുറയും. എന്തോ വല്ലാത്തൊരു ഫേസാണത്. എനിക്ക് നന്നായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും, ആ ഫേസ് എന്താണെന്നുള്ളത്. അപ്പം ആ കുരുവുള്ളവർ ചെയ്യുന്ന പോലെ തന്നെ ഈ യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ സ്ക്രോൾ ചെയ്തിട്ട് ആ ഹോം റെമഡീസും അതും ഇതും ഒക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എത്ര രൂപ ഞാൻ അതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ടെന്ന് എനിക്കേ അറിയുള്ളൂ. ഈ നാട്ടുകാരൊക്കെ ഇങ്ങനെ ഓരോ ഉപദേശങ്ങൾ തരുമല്ലോ. ചിലവർ പറയും തന്നെ പോകുമ്പോൾ അത് പ്രായത്തിൻ്റെയാ, ചിലവർ പറയും അത് അരച്ചതേക്ക് ഇത് തേക്ക് അത് തേക്ക്, ആ ഡോക്ടറെ കാണിക്കുക ഈ ഡോക്ടറെ കാണിക്കുക. നമുക്ക് തന്നെ എന്തോ ഒരു വലിയ കുറവുണ്ട് നമുക്ക് എന്നുള്ളൊരു തോന്നലുണ്ടാവും. എത്ര ഭംഗിയുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആ കുരു ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവായിരിക്കും. അപ്പം എന്നെപ്പോലെ ഞാൻ അനുഭവിച്ച പോലെ ഈ ലോകത്ത് ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരു 10 പേർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുമെങ്കിൽ അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫേസ് എന്ന് വെച്ചാൽ വല്ലാത്തൊരവസ്ഥയാണ്. കുരുവുള്ളവർക്ക് മാത്രം അത് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ്, ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് അത് മാറ്റിയെടുത്ത് ഒരു ക്ലിയർ സ്കിന്നിലേക്ക് നമുക്ക് എന്തായാലും എത്താൻ പറ്റും, എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോസിന് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ മീ. ഓക്കെ.